അക്കോസ്റ്റിക് വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബേസിക്കലി അക്കോസ്റ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു വൈബ്രേറ്റിംഗ് മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്. ഒരു വൈബ്രേഷൻ അത് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേഷൻ ഉണ്ടാവും. ആ പ്രൊപ്പഗേഷൻ വഴി നമുക്ക് കേൾക്കാൻ പറ്റൂല, സൗണ്ട് ഉണ്ടാവും. ബട്ട് വെൻ ഇറ്റ് ഈസ് ഇൻ അവർ audible range, it should be at a particular frequency that we are going to discuss. Okay, so പ്രധാനമായിട്ടും 4 തരത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. ആദ്യത്തേത് ഇൻഫ്രാസോണിക്സ്. അതെന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനെക്കാട്ടിലും താഴെയുള്ള ഫ്രീക്വൻസിയിലാണ് പ്രൊപ്പഗേഷൻ ഫ്രീക്വൻസി എങ്കിൽ അതിന് ഇൻഫ്രാസോണിക്സ് എന്ന് പറയുന്നു. സോ ഇൻഫ്രാസോണിക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻസ് എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ ഇത്ര ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞാലും മതി. സോ മെയിൻലി ഈ IO എക്സാമിനൊക്കെ. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും 20 ഹെർട്സിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഫ്രീക്വൻസി റേഞ്ച് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. സോ ഓഫ് കോഴ്സ് ഇൻഫ്രാസോണിക് വേവ്സ് നമുക്ക് ഹിയർ ചെയ്യാൻ കഴിയില്ല ഹ്യൂമൻസിന്, ബട്ട് മൃഗങ്ങൾക്ക് അതുപോലെ ആനിമൽസിനൊക്കെ ഇത് കേൾക്കാൻ കഴിയും. പിന്നെ മെയിൻലി അനിമൽ കമ്മ്യൂണിക്കേഷൻസിന് ഈ ഇൻഫ്രാസോണിക് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. എലിഫൻസ്, വെയിൽസ് ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ ഇതിന് വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് മോണിറ്ററിങ്, അതുപോലെ സിസ്മോളജി. അതിന് പറയുന്ന പേരാണ് എർത്ത് ക്വേക്കിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സിസ്മോളജി എന്ന് പറയുന്നത്. അതുപോലെ വോൾക്കാനോ അവലാഞ്ച് പ്രഡിക്ഷൻ, ഇതൊക്കെ. അതായത് ഈ പിന്നെ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ അറിയാലോ, വോൾക്കാനോ അവലാഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ എന്താ പറയാ, മലയാളത്തിൽ ഇപ്പൊ അതിനെന്താ പറയാ, വോൾക്കാനോ അവലാഞ്ച് എന്ന് പറഞ്ഞ, വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഇത് അഗ്നിപർവ്വതം എന്ന് പറയില്ലേ, അത് അത് എപ്പോ പൊട്ടിത്തെറിക്കും അതൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ അവലാഞ്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ എന്തോ ആണ്. എനിവേ ഇത് മൂന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ. സോ വളരെയധികം ഇതിൽ ഈ ഇത്രയും പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. സോ ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ ലോ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വേവ് ലെങ്ത് ഉണ്ടാവുക, ലോങ് വേവ് ലെങ്ത്. കണ്ടില്ലേ? സോ ഇതിന്റെ 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കനോട്ട് ബി ഹേർഡ് ബൈ ഹ്യൂമൻസ് ആൻഡ് ലോ ഫ്രീക്വൻസി ആൻഡ് ലോങ് വേവ് ലെങ്ത്. ലോങ് വേവ് ലെങ്ത് മീൻസ് ഹൈ വേവ് ലെങ്ത് കൂടുതലാണ്. സോ ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു. അതുപോലെ അടുത്തതാണ് ഓഡിബിൾ റേഞ്ച്, ഓഡിബിൾ വേവ്സ്. ഇത് വളരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ ഓഡിബിൾ റേഞ്ച് എന്ന് 20 to 20 കിലോ ഹെർട്സ് ആണ്. 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അവർ ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ തരും 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്, അതും കറക്റ്റാണ്. 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്, അതും കറക്റ്റാണ്. അതുപോലെ 0.02 കിലോ ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്, അതും കറക്റ്റാണ്. സോ പല രീതിയിലും ടെസ്റ്റ് ചെയ്ത് അവർ ചോദിക്കാം. സോ ഈ ഒരു ബേസിക് 1 യൂണിറ്റ് നിങ്ങൾ പഠിക്കാം, ബാക്കി യൂണിറ്റ് എന്ത് ചെയ്യാം, ആ പഠിച്ചതിൽ ഉണ്ടാക്കാം. ഓക്കെ, 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1000 ഹെർട്സ് ആണ്, നമുക്ക് അറിയാലോ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് യെസ്, നമുക്ക് ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റും. ഫ്രീക്വൻസി ഇതൊക്കെ മീഡിയം റേഞ്ചിലായിരിക്കും, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. സോ ബേസിക്കലി മ്യൂസിക്കൽ, അതുപോലെ മ്യൂസിക്, സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുക. ആൻഡ് ചില കേസിൽ, ചില ടൈമിൽ ഇത് അൾട്രാസോണിക്കിന് വേണ്ടിയിട്ടും ഉപയോഗിക്കലുണ്ട് ഈ ഓഡിബിൾ വേവ്സ്. ബട്ട് ഇത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ചില കേസിലാണ്. ബട്ട് എന്നിരുന്നാലും ഈ മെഡിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡ് വരുമ്പോൾ മോസ്റ്റ്ലി അൾട്രാസോണിക് വേവ്സ് ആണ് നമ്മൾ പിന്നെ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് അൾട്രാസോണിക്. ഓക്കെ, 20 കിലോ ഹെർട്സിൻ്റെക്കാട്ടിലും കൂടുതലായിരിക്കും ഫ്രീക്വൻസി റേഞ്ച്. അതും ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റില്ല, ഹൈ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വേവ് ലെങ്ത് കുറവായിരിക്കും. സോ ഷോർട്ട് വേവ് ലെങ്ത്. ആൻഡ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ ഇമേജിങ്, അതായത് നമ്മൾ സ്കാനൊക്കെ ചെയ്യാൻ, ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ USG ഒക്കെ ചെയ്യും, അബ്ഡോമൻ്റെ ഒക്കെ USG അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ NDT ടെക്നിക്സ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന്
ഉപയോഗിക്കാം. അതായത് ക്രാക്ക് കണ്ടെത്താനും എന്തെങ്കിലും ഫ്ലോ പിന്നെ മെറ്റീരിയൽസിലുണ്ടോ കണ്ടെത്താനൊക്കെ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉപയോഗിക്കാം. അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഈ അൾട്രാസോണിക് വേവ്. പിന്നെ ക്ലീനിങ്, വെൽഡിങ് ഒരുപാട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഈ അൾട്രാസോണിക്സ്. ഇതൊക്കെ ഒരുപാട് ജസ്റ്റ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതാണ് എന്ത് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പർസോണിക് വേവ്. അപ്പോൾ നമ്മളിപ്പോൾ അൾട്രാസോണിക് അല്ല ഇൻഫ്രാസോണിക് കഴിഞ്ഞു. ഓക്കെ, ഓഡിബിൾ കഴിഞ്ഞു, അൾട്രാസോണിക് കഴിഞ്ഞു. ഇനി ഹൈപ്പർസോണിക്. ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് 1 GHz. ജിഗ എന്ന് പറയുന്നത് 10 എത്രയാണെന്ന് നിങ്ങൾ അറിയിച്ചാൽ മതി. 1 GHz എന്നാൽ 10⁹ ആണ്. ഈ കൺവേർഷൻസ് ഒക്കെ നമ്മൾ ഓർമ്മയാണ്. ജിഗ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജിഗ എത്രയാണ്, കിലോ ഹെർട്സ് എത്രയാണ്, അങ്ങനത്തെ. സോ അൾട്രാസോണിക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നോർമലി ഗ്രേറ്റർ ദാൻ 20 ആണ്. ബട്ട് വി കൺസിഡർ ഇറ്റ് ആസ് എ 20 to 1 GHz. സോ 1 GHz is 10⁹ ഹെർട്സ്. ഓക്കെ, സോ എക്സ്ട്രീം ഹൈ ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് തന്നെ വെരി ഷോർട്ട് വേവ് ലെങ്ത് ആയിരിക്കും. സോ ഇത് ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷന് സ്പെഷ്യൽ എക്യുപ്മെന്റ് വേണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇതിൽ അൾട്രാസോണിക്കും ഓഡിബിൾ വേവും ഇൻഫ്രാസോണിക് വേവ്സ് ഒക്കെ വളരെ ഈസിയായിട്ട് ജനറേറ്റ് ചെയ്യും. ഹൈപ്പർസോണിക് വേവ്സ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് വേണം. സോ റിസർച്ചിലാണ് മെയിൻ. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, അതുപോലെ മെയിനായിട്ട് നാനോ ടെക്നോളജി. അപ്പോൾ ഈ നാനോ ടെക്നോളജി എന്നൊക്കെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പർസോണിക് വേവ്സ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു, ഹൈപ്പർസോണിക് വേവ്സ് കഴിഞ്ഞു. അങ്ങനെ പ്രധാനമായും 4 ക്ലാസിഫിക്കേഷൻ ആണെന്നുള്ളത്. ഈ ഫ്രീക്വൻസി ഓർത്ത് വെക്കാം. 20 ഹെർട്സ് ആണ്, 20 ഹെർട്സ് ടു 20 kHz ആണ്, 20 kHz ടു 1 GHz ആണ്. അല്ലെങ്കിൽ മോർ ദാൻ 20 നോർമലി അൾട്രാസോണിക് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് സമ്മറി. അക്കോസ്റ്റിക് വേവ്സ് കവർ എ വാസ്റ്റ് ഫ്രീക്വൻസി സ്പെക്ട്രം വിത്ത് ഡൈവേഴ്സ് ആപ്ലിക്കേഷൻസ്. സോ ആസ് വി സീൻ, സോ ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ഇൻ ടൈലറിംഗ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടി ഓഫ് ഈച്ച് വേവ്. ഓക്കെ, അതാണ് മനസ്സിലായി വിചാരിക്കുന്നു. ഓരോ ക്ലാസിഫിക്കേഷൻ ഓരോ ഫ്രീക്വൻസിയും അതിൻ്റെ പ്രോപ്പർട്ടിയും വെച്ചിട്ടാണ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ വന്ന ഒരു ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ് ആർ ഇൻഫ്രാസോണിക് വേവ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇത് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഒക്കെ എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഇസ് ഓൾ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് ദിസ് ആൻസർ. സോ യു ജസ്റ്റ് നീഡ് ടു ടെൽ വിച്ച് വൺ ഈസ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം. ഇനി ബാക്കിയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ.